ഹലോ ഗായ്സ്, എല്ലാവർക്കും ശരത് ബാലകൃഷ്ണൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ 32 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞേക്കണേ എനിക്ക് പെണ്ണ് കിട്ടൂല എന്നാണ് പറഞ്ഞത്. എനിക്ക് ജോലി ഇല്ലെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പറയുക, നീ ആദ്യം ജോലി എടുക്ക്. ഞാൻ പറഞ്ഞു, ജോലി കിട്ടാത്തതിൻ്റെ പ്രശ്നമാണോ? കിട്ടണ്ടേ എനിക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ പഠിക്കാൻ പോയി, ആക്ടിങ്ങിൻ്റെ കോഴ്സ് പഠിക്കാൻ പോയി. പക്ഷേ ആക്ടിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചപ്പോഴത്തേക്കും തന്നെ കുറച്ച് പിള്ളേരായിട്ട് ഷോർട്ട് ഫിലിമും എടുത്തു, പിന്നെ എനിക്ക് ഡ്രാമ ഫിലിമും എടുത്തു, പിന്നെ എനിക്ക് ഡ്രാമയിൽ അവസരം കിട്ടി. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സിനിമയിലൊരു അവസരം കിട്ടി, അതും ജൂനിയറായിട്ട്. അതും എമ്പുരാനിൽ മാത്രമേ കിട്ടിയുള്ളൂ, വേറെ സ്ഥലത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിടാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്ക് എവിടെയോ സ്റ്റുഡിയോയിലൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് അസിസ്റ്റൻ്റായിട്ട്. അത് അന്നാകെ ഒറ്റ പ്രാവശ്യം പോയുള്ളൂ, 1000 രൂപ കിട്ടിയത്. പിന്നെ ആ ചേട്ടൻ പറഞ്ഞു, ശരത്തിപ്പോൾ വരണ്ട, ഇപ്പോൾ വേറൊരാൾ സൈറ്റ് എന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ട്, അപ്പോൾ എവിടെയെങ്കിലും വല്ല വർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ശരത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം എന്താ പറയുക, ഒരു തർക്കം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കണേ ഉള്ളൂ. ശരത്ത് എന്തെങ്കിലും ഒരു ഇതിന് പോകണ്ടേ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്, എനിക്ക് കിട്ടണ്ടേ. അതെങ്ങനെയാണ് എന്താ പറയുക, ഏത് സമയവും ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറയും. ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ കിട്ടുന്ന സംഭവം അല്ലല്ലോ. പിന്നെ അത് പഠിച്ചിട്ടൊക്കെ വേണ്ടേ കിട്ടാനെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ടൂ വീലറൊക്കെ ഓടിക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇലക്ട്രിക്കൽ സ്കൂട്ടറൊക്കെ ഞാൻ ഓടിക്കുന്നുണ്ട്. ഞാൻ രാഹുലിൻ്റെ വണ്ടിയൊക്കെ ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഓടിക്കാനായിട്ട് എനിക്ക് പറ്റും. പിന്നെ അത് മാത്രമല്ല, എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്കിപ്പോൾ 32 വയസ്സുണ്ട്. എൻ്റെ അടുത്ത് ചിലവർ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാണെന്ന് നോക്കി ചോദിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഞാൻ ആദ്യം ജോലിയൊക്കെ എടുത്തിട്ട് കല്യാണം. പിന്നെ ഞാൻ പറഞ്ഞു, അപ്പോൾ ജോലി എനിക്ക് എവിടെയെങ്കിലും കിട്ടണ്ടേ. പിന്നെ ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യം. ഞാൻ ബയോഡാറ്റ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവർ ഇതുവരെയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനിവിടെ അടുത്ത് തന്നെ 2-3 സ്ഥലത്ത് ബയോഡാറ്റ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു സംഭവത്തിന് ശേഷമാണ് അമ്മ ഇന്നതേ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല പുകിലായിരുന്നു ഇവിടെ. ഗൈസ്, ഇത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? സാധാരണ നമ്മളൊക്കെ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ പ്രായം അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോൾ എന്താ പറയുക, 66 വയസ്സ് വരെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ. പിന്നെ ഞാനിപ്പോഴേ കഴിഞ്ഞ ദിവസം നെക്സ്റ്റിൻ്റെ പിടിച്ചപ്പോഴേ അവിടെയുള്ള ഒരു കുട്ടി പറഞ്ഞു, അവിടെ 30 വയസ്സ് ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ഞാൻ പറഞ്ഞു, കിട്ടും, പിന്നെ പാടായിരിക്കും കിട്ടാൻ. ഇത്രയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.